ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ മുറ്റാണെങ്കിൽ കുറേ ആയി കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ചെടികളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കേണ്ട ഇതൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന്. അപ്പോൾ ഇന്ന് അതിനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇത് കുറേ ചെടികളുടെ പുതിയ തൈകളും മുളച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്കിവിടെ ഒരു നിത്യകല്യാണി പൂവ് ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ചെടിയിൽ നിന്ന് ഇങ്ങനെ നിറയെ വിത്ത് താഴേക്ക് വീണിട്ട് ഈ മുറ്റം മുഴുവൻ നിത്യകല്യാണിയുടെ തൈകളായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ തൈകളായിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ തൈകൾ പറിച്ച് കളയാനും മനസ്സനുവദിക്കണില്ല കേട്ടോ. എനിക്ക് ചെടികൾ ഇങ്ങനെ കുറേ ഉണ്ടെങ്കിലും അത് പൊട്ടിച്ച് കളയാനും വെട്ടി കളയാനൊക്കെ ഭയങ്കര സങ്കടമുള്ള ആളാണ്. അത്ര നിവൃത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ വെട്ടിയൊക്കെ കളയുള്ളൂ. ഇത് കണ്ടോ, മുളച്ച തൈയിൽ ഇതേ പുതിയ പൂവ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല പൂവാണ്. അപ്പം ഇത് കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇതെല്ലാം കൂടി പറിച്ച് വയ്ക്കാനായിട്ടാണെങ്കിൽ ചെട്ടിയില്ല കേട്ടോ. കുറേ ചെടിച്ചട്ടി വേണ്ട ഈ തൈകൾ മുഴുവൻ പറിച്ച് നടണമെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരറ്റം മുതൽ ആ ഒരറ്റം വരെ ഈ തൈകൾ മാത്രം ഇങ്ങനെ നട്ടു കൊടുക്കാമെന്ന്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കണ്ടോ നമ്മുടെ ചീരപ്പൂവില്ലേ, വെൽവെറ്റ് ചെടി, അതിൻ്റെയും അരി വീണ് കുറേ തൈകൾ അതും മുളച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ നീലച്ചെടി ഉണ്ടല്ലോ ഇങ്ങനെ കാട് പോലെ ആവണേ, അതിൻ്റെയും തൈകൾ വീണ് അതും കുറേ മുളച്ചിട്ടുണ്ട്. മുളച്ചതൊക്കെ ചിലതൊക്കെ പൂവിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ വീണ്ടും നിരത്തി നടാമെന്ന് ഒക്കെ വിചാരിച്ചിറങ്ങിയേക്കാണ്. പിന്നെ എല്ലാവരും ഒന്ന് നട്ടു കൊടുക്കാനൊന്നും നമുക്ക് പറ്റുമല്ലോ. ഇപ്പം കുറേയൊക്കെ നമുക്ക് പോകാതെ പ്ലാന്റ്സ് പിടിപ്പിക്കാം, ബാക്കിയൊക്കെ കളയാം, അങ്ങനെയൊക്കെ വിചാരിച്ചിറങ്ങിയേക്കാം. അപ്പോൾ ഈ ചെടിയാണെങ്കിൽ കാടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കും. വീണ്ടും അത് കുറ്റിക്കാട് പോലെയാവും കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ. പിന്നെ വേനൽക്കാലത്ത് ഇത് നല്ലൊരു തണലാട്ടോ. നമ്മുടെ ക്യൂട്ടിയും ബ്യൂട്ടിയൊക്കെ വേനൽ കഴിച്ചു കൂട്ടിയത് ഇതിൻ്റെ ഉള്ളിലാട്ടോ. ഈ വള്ളിക്കുടിലിൻ്റെ ഉള്ളിൽ കിടക്കും പോലെ ഇവർ ഇതിൻ്റെ അടിയിൽ പോയി കിടക്കും. നല്ല തണലും നല്ല സുഖം ഉണ്ടാവും അവർക്ക് അവിടെ കിടക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെട്ടാതെ നിർത്തിയത്. അവരവിടെ കളിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യണതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ അവരവിടെ കിടക്കുകയൊന്നുമില്ല. അപ്പോൾ അവർ വീടിൻ്റെ അകത്തേക്കൊക്കെ ആണ് കിടക്കാനൊക്കെ ആയിട്ട് കയറി വന്നത്, സിറ്റ് ഔട്ടിലും ഒക്കെ. അപ്പോൾ പിന്നെ ഇനി അതൊക്കെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. ഇനി മഴ പിടിക്കുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മുറ്റം. ആ ചെടി നടാനുള്ള സ്ഥലമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാനായിട്ടാണ്. പിന്നെയാണെങ്കിൽ ഇവിടെ നിറയെ പുല്ല് മുളച്ച് കേട്ടോ. പുല്ലല്ല, ഇത് ഈ കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. അതിൻ്റെ അരി വീണ് ഇങ്ങനെ നിറയെ കീഴാർനെല്ലിയുടെ തൈകളും മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ച് കളയാണ്. പിന്നെ ഈ ഗേറ്റിൻ്റെ ചേർന്ന് ഒരു കടലാസ് ചെടി വെച്ചിട്ടുണ്ടായി. അതാണെങ്കിൽ പടർന്ന് പന്തലിച്ച് അത് കുറേ വെട്ടി അതിൻ്റെ കയ്യിലാകെ മുള്ളായിട്ടോ. കൈയും കാലും എല്ലാം മുള്ള് കുത്തി കയറി കൈയൊക്കെ നീറലായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊണ്ടുപോയി അപ്പുറത്ത് പുറകുവശത്തേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികളായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല കേട്ടോ. പിന്നെ ചെയ്ത് വരുമ്പോൾ വേറെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി വെട്ടിയിട്ടതെല്ലാം വാരി കൊണ്ടുപോയി കളഞ്ഞിട്ട് വേണം ബാക്കി ക്ലീൻ ആക്കാൻ. അപ്പോൾ ഈ ചെടി കണ്ടോ, ഇത് പഴയ ഒരു ചെടിയാണ്. ഇപ്പോഴത്തെ അരേലിയുടെയൊക്കെ ഒരു ഇതാണെന്ന് തോന്നുന്നു. പണ്ട് മുതലുള്ള ചെടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇലകൾ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നല്ല വാസനയാട്ടോ അതിൻ്റെ ഇലകൾക്ക്. അത് പണ്ടൊക്കെ ഞങ്ങൾ കളിക്കുമ്പോൾ അതിനെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ചെമ്മീനാണെന്ന് പറഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിന് ചെമ്മീൻ ചെടി എന്നും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള പേര് അതൊന്നും അല്ല കേട്ടോ, എന്തോ ഒരു ഇംഗ്ലീഷ് പേരൊക്കെയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. കുറേ നിത്യകല്യാണിയുടെ തൈകൾ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ നിരത്തി നട്ടിട്ടുണ്ട്. ഇനി കുറേ നടാനും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേനും നേരം നോക്കുമ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്. പിന്നെയാണെങ്കിൽ എനിക്ക് വയ്യാണ്ടായി. ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സമയം പോണത് അറിയില്ല. അപ്പോൾ ഇനി ഇന്നത്തെ ജോലി ഇവിടെ വെച്ച് നിർത്താം, ബാക്കി അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാണ്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും സവാളയും പച്ചമുളകും കൂട്ടിയിട്ട് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, വെള്ളത്തിൽ വെണ്ടയ്ക്ക വേവിച്ചെടുക്കുകയാണെങ്കിൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോവില്ല കേട്ടോ. നമുക്കത് വഴറ്റി എടുക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ബാക്കി കഷ്ണങ്ങളും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സാമ്പാർ വയ്ക്കാനും പറ്റും. വെണ്ടയ്ക്കൊന്നും കുഴഞ്ഞു പോകാതെ നല്ല സാമ്പാർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കഷ്ണങ്ങൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കണം. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പൊടി
വെള്ളത്തിൽ കലക്കി അതും വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചല്ല കേട്ടോ, പുളി വെള്ളത്തിലിട്ടത് നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ച് വേവിച്ചായിരുന്നു. അങ്ങനെ കഷ്ണങ്ങളും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ഇതിൽ ഈ അരപ്പ് തിളച്ച് ഈ സാമ്പാർ പൊടിയും ഇതെല്ലാം ഇതിലേക്ക് പിടിച്ച് വരുമ്പോഴത്തേനും നന്നായിട്ട് കുറുകൂട്ടും. ഇപ്പം നമ്മളിത് റെഡിയാക്കി കഴിയുമ്പോൾ അത്ര കുറുകൽ നമുക്ക് തോന്നില്ല, പക്ഷേ ഇത് ഇരിക്കും തോറും നല്ല കുറുകലായി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂട്ടി വേണം ഈ സാമ്പാർ റെഡിയാക്കാൻ. പരിപ്പും മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് അത് കുറുകി വരും. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറുണ്ടെങ്കിൽ ഒരു പപ്പടം വറുത്തതുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ സാമ്പാറിൻ്റെ കൂടെ. അപ്പോൾ പപ്പടം കൂടി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പടത്തിനൊക്കെ ഞാൻ നടുവിലൊരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പപ്പടം എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും അത് ഒറ്റ ബോൾ പോലെ അങ്ങോട്ട് വീർത്ത് വരും. അങ്ങനത്തെ പപ്പടം കഴിക്കുമ്പോൾ നമുക്കത് കഴിച്ചൊന്നും തോന്നില്ല. അതിങ്ങനെ രണ്ട് വശത്തും ഇങ്ങനെ പാത്രം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടുവിലൊരു കുത്തിട്ടിട്ട് ആണ് ഫ്രൈ ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് പാകത്തിനായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ഓവർ കുമ്പളയ്ക്കണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് കടുകൊക്കെ വറുത്ത് താളിച്ചിട്ട് അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പച്ചക്കറികളൊക്കെ ഉണ്ട്. ഒന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇത് ഇത്ര മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഇനി വേണമെങ്കിൽ രാത്രി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിർത്തിയിട്ട പരിപാടി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ